ഹാപ്പി ആരാ എന്നെ ഡ്രാഗ് ചെയ്തേ? കാണിക്ക് ഇല്ല, അത് അവനപ്പൊ അങ്ങ് അയച്ചു കൊടുക്കാം. എടാ എന്തോന്ന്? ആ എന്റെ ലൈവ് എടുത്തോ. ആ ലൈവിൽ കാണിക്കാവോ? കുഴപ്പമില്ലല്ലോ. കാണിച്ചു. എന്തോ നീ ഹാക്ക് ഇടാൻ പോകുന്ന ലൈവായിട്ട്? അല്ല, അന്ന് നമ്മുടെ സൈഡിൽ നിന്ന് ഫസ്റ്റ് തെറിവിളി അല്ല, മൊയൽ ഫസ്റ്റ് തെറി വിളിച്ചെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഒരു ഇതെടുത്ത് അയച്ചു തന്നായിരുന്നു. അപ്പൊ ഞാൻ മൊയലിന്റെ ചോദിച്ചു, എന്നിട്ട് ആ POV എനിക്ക് കിട്ടാത്തോണ്ടാണ് ഞാൻ അവൻ അയച്ചു കൊടുക്കാത്തത്. ആ POV ഇപ്പൊ ലൈവിൽ കാണിക്കും, അല്ലെങ്കിൽ അതെനിക്ക് കട്ട് ചെയ്ത് അയച്ചു ഞാൻ അവനങ്ങ് അയച്ചു കൊടുക്കാം ഇപ്പൊ തന്നെ. കാണിച്ചിട്ട് അയച്ചുതരാം. അല്ലെ അത് ഇനി പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലും രീതിക്ക് കാണിച്ചേ. ടി വി കളിക്കുന്നുണ്ടോ? ഇല്ല ഇല്ലെന്ന് തോന്നുന്നു, എനിക്കറിഞ്ഞു. മൊയൽ അങ്ങനെ തെറി വിളിക്കാൻ കാരണം എന്തെന്നാ അറിയണ്ടേ? മെയിൻ പിള്ളേർ ഇല്ല അവർക്ക് ആരും താല്പര്യമൊന്നുമില്ല കളിക്കാൻ ഈ ടൂർണമെന്റ്. എല്ലാരും ഓരോ കാര്യമായിട്ട് തിരക്കാം. നമ്മള് എന്താ പരിപാടി? ലൈവാണോ? ലൈവല്ലേ? എന്താണ് ലൈവല്ലേ? പിന്നെ മെക്കാനിക്സ് എങ്ങനെയാ? TDM കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഇവിടെ വരുവാണ്. ആദ്യം വിളിക്കും, എന്നിട്ട് ഞാൻ ഹായ് ബ്രോ എന്ന് പറയും ഫസ്റ്റ്. ഞാനപ്പോ ഹായ് ബ്രോ എന്ന് പറയും. ഇപ്പൊ ഇവനെ നോക്കി ഇതൊന്ന് കട്ട് ചെയ്ത് അയക്കണേ. അത് കഴിഞ്ഞിട്ട് പിന്നെ പെട്രോൾ പമ്പിൽ വെച്ചിട്ട് എന്തോ പെട്രോൾ പമ്പില് അത് മൊയലിന്റെ അത് ഞാൻ കണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ടല്ലേ മൊയൽ തെറി വിളിക്കുന്നത്? ഇത് കഴിഞ്ഞിട്ടല്ലേ പമ്പില് നമ്മളെ അവിടെ DH ഒക്കെ അടിച്ച് എന്നിട്ട് ഇങ്ങോട്ട് വന്നു. പമ്പില് ഇത് പമ്പിൽ ചാവുന്ന. ഇപ്പോഴും ഞാൻ മിനിമൈസ് അടിക്കും, കാരണം വെറുതെ ചെത്ത കയ്യിലുള്ള ഇതൊക്കെ പോകുന്നതിന് ഇത് ഇറങ്ങും. ഞാൻ ഇപ്പം ഇറങ്ങി തിരിച്ച് കയറി വരുമ്പോൾ ആണ് അവന്മാർ തെറി വിളിക്കുന്നത്. അത് എന്റെ കയ്യിൽ POV ഇല്ല. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് മുതുക്കിൽ പോയി ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത് മുതുക്കി പോകുമ്പോഴാണ് ഈ തെറിവിളി തുടങ്ങുന്നത്. മറ്റത് ചത്ത് കിടക്കുമ്പോ മൊയലിന്റെ POVയിലുണ്ട് അവന്മാരിങ്ങനെ പാട്ട് പാടിയിട്ട് ഇത് രണ്ടും ഒന്ന് എനിക്ക് അയച്ചു തന്നെ. ഈ ഫസ്റ്റത്തെ നല്ല അവരുടെ DC-യിലുണ്ട്. തള്ളകളിന്ന് തെറി വിളിക്കുന്ന സീൻ എന്നാ അന്ന് എടുത്തേ. അതല്ല നമ്മള് തെറി വിളിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് നമ്മള് തെറി വിളിച്ചു കഴിഞ്ഞിട്ട് അവര് പറയുന്നേ. അപ്പൊ ഇതിലുള്ള അവരെ മെമ്പേഴ്സ് വന്നിട്ട് ഇതുപോലെ വന്ന് തെറി വിളിക്കുന്നത് അവർക്ക് അറിയത്തില്ലേ, അത് എന്താന്ന് അറിയത്തില്ല. അത് അവനൊന്ന് അയച്ചു കൊടുക്കണം വാസ്കോയ്ക്ക്. അയച്ചെടുത്തിട്ട് അവന്മാര് ഇങ്ങനെയാ ഉദ്ദേശിക്കുന്നത്. എന്താന്ന് വെച്ചാൽ റേഡിയോ പിടിച്ച് തെറി വിളിച്ചാൽ അത് ഇപ്പം അവർക്ക് കൊള്ളത്തില്ല. ലാസ്റ്റ് ആണ് സേവിയർ പറഞ്ഞു. അതേപോലെ മൊയിലും അവരോ തെറി വിളിച്ചിട്ടില്ലേ, അവൻ എന്നെയാ തെറി വിളിച്ച, ഹോക്കിന്ന് പേര് വിളിച്ചവൻ തെറി വിളിച്ച. എനിക്കൊന്ന് അയച്ചു. ഞാൻ ഇന്ന് റെക്കോർഡ് ചെയ്ത് സാധനം വന്നേ. വേറെ എന്തോ മൊയലിനെ ഇപ്പൊ തന്നെ അയക്കണം. വരാൻ പറയാം. മൊയലിന്റെ POV കൂടി വേണം. മൊയല് അത് വാട്സപ്പിൽ എന്തോ ഒന്ന് അയച്ചതാന്ന് തോന്നുന്നു. വിളിക്കാം അവനെ. ഫുൾ POV അടുത്തുള്ള മൊയലാണോ വന്നേ VC-യിൽ? എടാ അത് മാറ്റി, എന്നാ മാറ്റി ലൈവിലോട്ട് വല്ല വലിച്ചിട്ടെ. നമുക്ക് ഇറങ്ങാം. എന്തായാലും ഞാൻ അയച്ചു. ഇപ്പൊ തന്നെ അയച്ചു തരണം. പിന്നെ മൊയലിന്റെ POV കൂടെ വേണം. എടാ മൊയലിന്റെ കോള് പോണില്ല. റെക്കോർഡ് ചെയ്താ പോലെ എന്തിനാ അല്ല, അവര് പറയുന്നത് നമ്മളാണ് ആദ്യം ചീത്ത വിളിച്ചു തുടങ്ങിയെന്നൊക്കെ. TG ഓ ഇല്ല, അണ്ണന്മാർക്ക് എക്സ്പ്ലനേഷൻ വിത്ത് ഇമ്പോസിഷൻ വേണമെന്ന് പറയുന്നുണ്ട്. പട്ടി അല്ല, എനിക്ക് മെസ്സേജ് അയച്ചതാ. അപ്പൊ അതിന്റെ ഇതൊന്ന് അയച്ചു കൊടുക്കാനാ. ഞാൻ അവന്റെ പറയാന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ അത് ലൈവിൽ എന്തോ എടുത്തു വെച്ച് കാണിച്ചെന്ന് പറഞ്ഞു. എന്റെ ചാറ്റിൽ ഇപ്പൊ പറഞ്ഞു. അപ്പൊ അത് അവന് അയച്ചു കൊടുക്കാനാ. POV അയച്ചു കൊടുക്കുക. ഇല്ലേ അത് വേറെ രീതിക്ക് പറഞ്ഞുണ്ടാക്കും. മൊയല് അറിഞ്ഞാണ് കൊമ്പൻ പറയുന്നത്.
എടാ പലരും എന്റെ പലരും എന്റെ അവർക്ക് ലൈവില് POV ഇന്നലെ മെനഞ്ഞാന്ന് ഞാൻ ലൈവ് ഇടുമ്പോഴത്തേക്ക് മൊയിൽ എനിക്ക് അത് POV കാണിക്കുന്നുണ്ട് എടാ നിങ്ങൾക്ക് എന്റെ ഇത്. കാണിച്ചിട്ട് കാര്യമില്ലടാ. അത് ആ എനിക്ക് അയച്ചു തരാൻ ഞാൻ അത് പറഞ്ഞതാണ്. തന്നെ പൊട്ട ഇവിടെ ഞാൻ വിളിക്ക്. മറന്നുപോയി. ഉം. ഇന്നലത്തെ ലൈവിലില്ലേ അത് കാണിക്കുന്നു. അല്ല അത് മൊയലിന്റെ അവരുടെ ആ ഒരു സൈഡ് POV മിസ്റ്റേക്ക് വേണം. അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് പാടാണ് ഇട്ടവർക്ക്. അവര് പറയാൻ പോകുന്ന ഇതായിരിക്കും. ഈ മുഫ്ഡ എന്ന് പറഞ്ഞതിന് അവൻ വേറെ രീതിക്ക് തിരിച്ച് തെറി വിളിച്ചെന്ന്, അങ്ങനെ ആ രീതിക്കായിരിക്കും അവർ ഇനി പറയുന്നത് അടുത്ത്. ഇൻഫിനിക്സ് ഒക്കെ എവിടെ ഇട്ടത്? ആ ഇതൊക്കെ ഉണ്ടായിരുന്നു. മിറ്റുവിനോട് പറയണം വാസ്കോ അവനോട് അയക്കുന്ന POV ലൈവിൽ കാണിക്കണമെന്ന്. ആ അത് പറയാം. മൊയിൽ ലൈവിൽ കാണിച്ചു. അല്ലടാ ഇവനെ ഹിറ്റുവിനെ ഇപ്പൊ അയച്ചു കൊടുക്കാനാ പറയണേ. ബുള്ളോപ്പി POV ഉണ്ട് ഞാൻ കണ്ടതാണ്. എന്തോന്ന് തോന്നിയോസി? ചേട്ടാ മൊയിലിന്റെ POV ഇപ്പൊ എവിടെ നിപ്പിക്കാനാ? കിച്ചസ് ഒന്ന് വിളിച്ചടാ അവനെ. മൊയിലിനെ ഫോൺ വിളിച്ചാല് കോള് പോകുന്നില്ല. വാട്സപ്പ് കോളേ. എന്താ പരിപാടി? ഇല്ലടാ ഒരു POV വാസ്കോയ്ക്ക് അയച്ചു കൊടുക്കാനാ. അത് അയച്ചു കൊടുത്തിട്ട് സിറ്റി കയറാം. കിച്ചസ് വിളിക്കണോ ഇല്ല ഞാൻ വിളിക്കണോ? TGയിലെ വാസ്കോ ഇല്ലേ, ഓ അവർക്ക് പോകുന്നില്ല. അതൊന്നും കുഴപ്പമില്ല. ഒരു POV അങ്ങ് അയച്ചു കൊടുക്കട്ടെ. അവ ഇപ്പൊ ലൈവില് കാണിച്ചതല്ല. ഞാൻ എന്റെ സ്ക്രീൻ കാണോ നിങ്ങൾക്ക്? ഇത് കാണാവോ? ഇതില് അവ എനിക്ക് അന്ന് അയച്ചതാണ്. വാറ് കഴിഞ്ഞതിന് ശേഷമാണെന്ന് തോന്നുന്നു. ബ്രോ ഇത് കണ്ടു നോക്കിക്കോ, ഇങ്ങനെയാണ് നമ്മുടെ ഭാഗത്ത് നിന്നും ഇങ്ങനെ ഉണ്ടാകും. തെറി പറയുന്നത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇന്നലെ പറഞ്ഞ്. പിന്നെയും ഈ സീനാണ് നമുക്ക് അങ്ങനെ നമ്മൾ അങ്ങനെ പോകും. എന്റെ POV കാണിച്ച് അത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു മൊയിലിന്റെ അടുത്ത്. മൊയിൽ ഇത് POV അയച്ചതാ, ഹോക്കിയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു അവർ അയച്ചു കൊടുക്കാനേ. അത് ഇപ്പൊ എനിക്ക് അത് അയച്ചു കൊടുക്കുക. ഇവൻ ഇത് ലൈവ് കാണിച്ചെന്നാ പറയുന്നത് ഈ ഒരു POV. അപ്പൊ നമ്മള് തിരിച്ചൊന്നും അയച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അത് നമ്മുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ആയിട്ട് എല്ലാരും വിചാരിക്കത്തുള്ളൂ. മൊയിൽ തന്നെ ഫസ്റ്റ് തുടങ്ങിയെന്ന് വിചാരിക്കത്തുള്ളൂ. തെറി വിളിയെ ഈ റേഡിയോയിൽ ഞെക്കി തെറി വിളിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് മൊയിൽ ഇങ്ങനെ തെറി വിളിച്ചതെന്ന് ആർക്കും അറിയത്തില്ല. ആ ഒരു POV കിട്ടിയാലേ അതെടുത്ത് അവനങ്ങ് അയച്ചു കൊടുക്കാം. എന്തിലെങ്കിലും അയച്ചു. അത് വേറെ എന്നിട്ട് ചുമ്മാ ഒരു ബന്ധുവില്ലാണ്ട് അവരെയൊക്കെ ഡ്രാഗ് ചെയ്യുന്നത്. എന്ത് പറയാൻ? അതും കൂടെ ചോദിച്ചു നോക്ക് ഹിറ്റു. കളിക്കയില്ലാത്ത അമ്മായിനെയൊക്കെ അപ്പാപ്പനെയൊക്കെ എന്തിനാ ഡ്രാഗ് ചെയ്യണമെന്നൊക്കെ ചോദിച്ചു കേട്ടോ. അതും കൂടെ ചോദിച്ചു നോക്കേ. കളിക്കയില്ലാത്ത അപ്പാപ്പനെയും അമ്മായിനെയൊക്കെ എന്തിനാ ഡ്രാഗ് ചെയ്യണമെന്ന്. അവരെപ്പോ പറഞ്ഞ അവരെ ലീഡറിനെ ഡ്രാഗ് ചെയ്യുന്ന വെച്ചാൽ അവര് സെർവറിൽ കളിക്കുന്നുള്ളതുകൊണ്ടാണ് അവരെ ഡ്രാഗ് ചെയ്യണം, അല്ലാണ്ട് കളിക്കാത്തവരല്ല. കൊമ്പനായാലും കൊമ്പനും വാസ്കും കളിക്കുന്നുണ്ടല്ലോ RP ഡെയിലി. കൊമ്പനായാലും വാസ്കു ആയാലും ഡെയിലി വാർപ്പ് കളിക്കുന്നില്ല. ലൈവാണ് തത്സമയാണ്. എന്നിട്ട് അവരാതെ സ്റ്റേഡിയമിൽ AFK ആയിരുന്നോ? ഓക്കെ. എല്ലാരും എത്തി ഇവിടെ. നിന്റെ POV കാണിച്ചേ മൊയലിന്റെ. മറ്റേ ഉമര് ചീത്ത വിളിക്കണത്. അതെ നമ്മളെ വ്യൂവേഴ്സിന് കാണിച്ചിട്ട് കാര്യമില്ലടാ. അവർക്ക് അറിയാലോ കാര്യം. പ്രത്യേകിച്ച് പറയണേ, നമ്മള് തെറി വിളിക്കുന്നതൊക്കെ മുമ്പായി നടന്നിട്ടുണ്ട്. സിറ്റുവേഷൻ തുടങ്ങുന്നതിന് മുമ്പ് നടക്കുന്നത്. ഇത് എന്റെ മറ്റേ ക്ലിപ്പും കൂടെ അയച്ചു കൊടുക്കാം. ഞാൻ ചത്തോടുക്കട്ടോ, അപ്പൊ ബാക്കിലൂടെ വരും. അതായത് ഇപ്പൊ കേക്ക്
ഇവനെ ഞാൻ അയച്ചിട്ടുണ്ട്. ഹോക്കി ആയിരിക്കലടാ അതിന്റെ ഇടയില്. ഹോക്കി ഈ പെട്രോൾ പമ്പില് ചാവുന്ന ആ ഒരു വ്യൂയിങ് കൂടി കാണാൻ പറ്റുമോ? ഓ അതിനിപ്പോ എന്താ അതിന്റെ അതില് ആ, കാരണം അവിടെ ഇവിടുന്ന് first time play ചെയ്തോ, hooking play വന്നിട്ടും- ഇല്ല അത് ഞങ്ങള് ആ, അല്ല അത് കുഴപ്പമില്ല, ഞാൻ അല്ലാതെ message ചെയ്ത് പറഞ്ഞോളാം. ആ നീ പ്ലേ ചെയ്യ് പ്ലേ ചെയ്യ്. ഇനിയിപ്പോ അത് വേണ്ട, അത് കണ്ടില്ല ഞങ്ങള് ഏജ് ടെക്സാസ് ആയിട്ട് ചുമ്മാ വിറ്റിച്ച് അങ്ങനെ ആളിപ്പോ പെട്രോൾ കയറി ചാവുന്നു. കാർ ഓട്ടിക്കാൻ അറിയാതെ ഒരു കഴിയറിയാ പൊട്ടിച്ചാലോ അത് പെട്രോൾ മേടിച്ച് പൊട്ടിച്ചാലോ അതാ കേട്ടോ കേട്ടാ പാടി പോയത് കേട്ടാ. ഇതാമാരാ ആ അതെ കണ്ട. ആ. ഇനിയിപ്പോ എനിക്ക് ആ സൗണ്ടും പോരാന്നുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് ടി ജിന്റെ അല്ല മനസ്സിലായി മനസ്സിലായി. അല്ല അത് wait, മൊത്തത്തിൽ wait. കാണിക്കുമ്പോഴേ ക്ലിയർ ആയിട്ട് കാണിക്കണം. ടി ജി ആ നിന്നെ റിമൂവ് ചെയ്യും കേട്ടോ ഇനി ഇതവിടെ നിന്നെ ഡിസ്കോഡിൽ നിന്ന് റിമൂവ് ചെയ്യും നീ. നമ്മള് വേറെ ഫേക്ക് എടുത്ത് കേറി പോകും. ഇവരേന്ന് ഇങ്ങനെ കൊറേ ഗുണമൊക്കെ ഉണ്ട് കണ്ടാ. ഇത് കേട്ടാ ഇപ്പൊ അവര് പറയുന്നേക്കാം നമ്മള് വരുമെന്ന്, നമ്മള് വരുന്നുണ്ട് പറയുന്നേക്കാട്ടാ. പൊട്ടിത്തെറിച്ചതിന് ശേഷം വരുവാണേ. അപ്പൊ ഇവന്മാര് മനഃപൂർവ്വം പാടിയാണത്. ഈ ന്യൂ പ്ലെയർ ഇത് ആരാന്നറിയില്ല ആള്. അവനല്ലേ മറ്റേ smoke ആ ഗോകു ആ മറ്റേ ഗോകു. മറ്റേ ആ. സോമരാജ്യത്തെ ഗോകു. സോമരാജ്യം ഗ്യാങ്ങിലെ കേട്ടാ. അതിന്റെ മുമ്പ് അല്ല അതിന് മുന്നേ പറയുന്നുണ്ടല്ലോ അവൻ മറ്റേ അതിന്റെ എന്തോ- മുമ്പ് പറയുന്നുണ്ട്. അതിനാ ആ. കാണിച്ചരാ കേട്ടോ. സൗണ്ട് വിട്ട്. നമ്മളാണ് ഇത് വരുന്നത്. ഉം. ഞാന് നമ്മളാണ്. ഹോക്കി പിന്നെ ലെഗസി. കേട്ടാ പറഞ്ഞ കേട്ടാർന്നാ അവൻ വരുന്ന ആ, വരുന്നടാ, വരുന്നടാ, അവന്മാര് വരുന്നടാ. വരുന്നുണ്ട്. അപ്പൊ ബോള് പറഞ്ഞ മിണ്ടായിരിക്കും. അവന്മാര് വരുന്നെന്ന് പറയുമ്പോ അപ്പൊ മനഃപൂർവ്വം പാടിയതാന്ന് ചോറ് നിന്നവർക്ക് മനസ്സിലാവും. ഇനിയിപ്പോ ആ ആനപ്പിണ്ടി ലിങ്കും ആണെന്നുണ്ടെങ്കിൽ കൂടി എനിക്ക് മനസ്സിലാവില്ല. എടുത്തൊന്ന് അയക്കോ? രണ്ട് വ്യൂ നീ അവൻ അയച്ചോട് ഹിറ്റുവിന്റെ മെസ്സേജ് ഇട്ടെ. മൊയിലിപ്പോ കാണിച്ചത് പിന്നെ ഹോക്കിയുടെ വ്യൂയും നീ എന്റെ മൊയിൽ view അന്ന് ഞാൻ- കാണിച്ചത് മൊയലിന്റെ രണ്ട് വ്യൂ ഇപ്പൊ രണ്ടും ഇപ്പൊ ഞാൻ കാണിച്ചത് അയച്ചിട്ടുണ്ട്. രണ്ടും അയക്ക് ഹോക്കിന്റെ രണ്ട് കൂടെ ഞാൻ അയക്ക്. അയച്ചു കൊടുത്തിട്ടുണ്ട്. രണ്ട് ഞാൻ അയച്ചു ഇട്ടുമേനെ കൊടുത്തിട്ടുണ്ട്. അയച്ചിട്ടുണ്ട് ഇട്ടുമേനെ. ഓക്കെ ഓക്കെ. എന്നാ ഇനി നിങ്ങൾ സിറ്റി ഇനി കയറി ഇനി ആ ബ്ലൈൻഡ് വ്യൂവേഴ്സ് ആയ ടി ജിന്റെ വ്യൂസിന് കാണിച്ചു കൊടുക്കുക. ഇപ്പൊ അത് കൺവേർട്ട് ചെയ്യും. അത് ഊമ്പെന്നല്ലേ പറഞ്ഞോളൂ. അത് ആ ചീത്ത വിളിയാണ്. ഊമ്പ് എന്ന് പറഞ്ഞ തെറി തന്നെ. ഊമ്പ് അതെ, എന്ന് ശരി. പറഞ്ഞാ ഞാൻ തെറി. ഞാൻ കാര്യം ഊമ്പ് പറയട്ടെ, തെറി. നമ്മള് നമ്മളാരും- ഗ്യാങ് ഡ്രസ്സിൽ വീണ് കിടക്കുമ്പോ അവിടെ വന്നിട്ട് ഈ പാട്ട് പാടുമ്പോ അതിനർത്ഥം എന്താ? എടാ ഗ്യാങ് ഡ്രസ്സിന് അത് ഗ്യാങ് നമ്മളാന്ന് ഇനി Gang ഗ്യാങ് dress ആണ് നമ്മളാന്ന് അതും പോട്ടെ. മനസ്സിലായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ. ഹോക്കി അവിടെ മറ്റേ ഇല്ല. ഹോക്കിന്റെ ആ, കൂടെ അതൊന്നും ആദമല്ലേ ഞാൻ ഗ്യാങ് ഡ്രസ് ഇട്ടിട്ടല്ലേ അതൊന്നും നിന്നേ. ഞാൻ- എന്നിട്ട് പിന്നെ അതാ അവൻ അവിടെ ഇരുന്ന് ഇവിടെ പാടിയല്ലോ. കാണിച്ചിട്ട് കാര്യമില്ല, അത് അവിടെ Gang കാണിച്ചു dressലും കൊടുക്കണം. കൂടെയാണ്, അതാണ് മനസ്സിലായോ? ഞാൻ പറഞ്ഞത്. അവനിപ്പോ കാണിച്ചത് ഇതാ, അവൻ കാണിച്ചത് ഞാൻ റിപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ല, ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. എടാ സംസാരിച്ച് പോയെങ്കിൽ സിറ്റുവേഷൻ നമ്മൾ എന്തായാലും സിറ്റുവേഷൻ എടുക്കുന്ന അന്നേ പറഞ്ഞു. വോൾട്ടിനും പറഞ്ഞു അന്നേ സിറ്റുവേഷൻ നമ്മൾ ഉണ്ടാവും പറഞ്ഞു. പറഞ്ഞു. പക്ഷെ ഇങ്ങനെ ഊമ്പ് എന്ന് പറഞ്ഞ് പാട്ട് പാടി വന്നാ ഊമ്പി കിടക്കും. ഇന്നലെ കടന്നു പോയി. ഹിറ്റു, നിങ്ങള് നീ നിങ്ങള് ഇത് വെയിറ്റ് ആ, വെയിറ്റ് എടാ ഇത് പറയുമ്പോ മറ്റേ ഞാനിപ്പോ കാര്യം കൂടെ പറയണേ. ഇല്ല AP-യുടെ കാര്യവും അതിന് അമ്മയുടെ ശേഷം കാര്യവും. അവന്മാര് തെറി വിളിച്ച് പിന്നെ അതിന്റെ പ്രൂഫ് വേണമെങ്കിൽ ബ്രാവോ ഡിസ്കോഡ് കിടപ്പുണ്ട്. മറ്റേ ആ. ഉക്കറിന്റെ അടുത്ത് വന്ന് ഈ മെസ്ബൈ ആ. പറയണത്. ഞാൻ അവിടെ പോയി എന്റെ അടുത്തും കിടപ്പുണ്ട്, എന്റെ അടുത്തും കിടപ്പുണ്ട്. എന്റെ അതെ. അർപ്പുണ്ട്. എന്റെ വന്നിട്ടാ ഉണ്ട്, ബെസ്റ്റ് ബോയ് ഉണ്ട്. നോക്ക് പറയണേ. ബി പാപ്പൻ ഇല്ല, സുമുഖമ്മന്റെ കാലിലാണ്. അതല്ല അത് പറഞ്ഞെന്നും പറഞ്ഞ് ഊക്കടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യണം. അതുണ്ട് ഞാനാണ് അങ്ങോട്ട് പോയി ചൊറി എടുത്തത്. ഞാൻ അവിടെ പോയി ചെറുതായിട്ട് ഒരു അന്നോട് പാട്ട് ആരെടാ? പാടി. ആ അത് പറയുന്നുണ്ട്. അതെവിടെ ആ അതുണ്ട് ഞാൻ കാണിച്ചത്. This അത് is അത് കാണിച്ചു കൊടുക്ക്, അത് കാണിച്ചു Jete, കൊടുക്ക്. welcome to അവൻ stream തന്നെ ടാ. പറയുന്നുണ്ടല്ലോ പാട്ട് പാടിയെന്ന്. അവൻ തന്നെ സമ്മതിക്കുന്നുണ്ടല്ലോ. അത് കാണിച്ചു കൊടുക്ക്. ഇന്ന് TJ മോർച്ച് വേണ്ടി അവന്മാർ എന്തേലും കാണിക്കട്ടെ. ഇവിടെ ആര് നോക്കുന്നത്? എടാ എടാ മൊയില്, നീ എനിക്ക് അയച്ചതേ 416 MB ഒരു വീഡിയോ, അതെങ്ങനെ ഞാൻ ഇപ്പൊ അയച്ചു കൊടുക്കാനാ? ഡിസ്കോഡിൽ ആക്കിയാ മതി. പറ്റത്തില്ല. കാണണേ കാണട്ടെ. അല്ലെ ഈ ലൈവ് ക്ലിപ്പാക്കി കാണിച്ചു കൊടുക്ക്. ഈ ഇപ്പൊ നമ്മൾ live ട്രൈക്കോന്റെ ലൈവ് ക്ലിപ്പാക്കി അയച്ചു കൊടുത്താൽ മതി. എന്റെ ലൈവ് നോക്ക്. എടാ അതെന്നാ എന്തെങ്കിലും ഒന്ന് ചെയ്ത് തന്നെ. ഇന്നില് ആ ട്രൈക്കോന്റെ ലൈവിനെ ഇല്ല ക്ലിപ്പാക്കി അതൊന്നുമില്ല. അയച്ചു അങ്ങനെ പിന്നെ അയച്ചു. ആ മോളില് മറ്റേ ഡിസ്കൗണ്ട് നൈട്രോ ഓഫർ ഒന്ന് നടപ്പുണ്ട്. ആ നൈട്രോ ക്ലെയിം ചെയ്യും. അപ്പൊ മോനെ. ഞാൻ അയച്ചുതരാം ട്രൈക്കോന്റെ ലൈവ്. മോലെ ആ ആർക്ക് അയച്ചു കൊടുക്കേ? ഹിറ്റുവിന് അയച്ചു കൊടുക്കാൻ ഞാൻ. ലൈവ് ആണോ? അയച്ചു കൊടുക്കേ? എടാ വാസ്കോയ്ക്ക് എന്റെ ലൈവ് നോക്ക്. ആ, കാണുന്നുണ്ട്. എല്ലാരും എടുത്താ? ഹിറ്റ്മാൻ എടുത്താ? ആ കാണിക്കടാ. ഇത് ബാബു ഊക്കടുത്തെന്ന് പറയുന്ന എക്സ്പെൻഷന്. What is happening, bro? I don't know, bro. Our number. I began the corner, okay, bro. You started? അവൻ തന്നെ Yeah. സമ്മതിച്ചു. To whom I you was started? singing song.